ഉണ്ടോ അങ്ങനെ ബാർബിക്യൂ കഴിക്കാൻ വന്നായിരുന്നു. ഹായ് ഗൈസ്, ഞാൻ ഓഫീസിൽ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ 11:40. അപ്പോൾ ഞാൻ എവിടെയാണ് ലഞ്ചിന് പോകുന്നത് വെച്ചാൽ ഇത് ബേസ്മെൻറ്റിൽ നിന്നും പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങുന്ന സീനാണ്. ഒരു ചുരത്തിലൂടെ പോകുന്ന പൂവൊക്കെ വേണം, ഇങ്ങനെ ചുരം കയറും പോലെ ബേസ്മെൻറ്റ് പോകണമെന്ന് ഇങ്ങനെ കയറണം. ഓക്കെ, ഇതാണ് സംഭവം. അങ്ങനെ പോവുകയാണ് ഗൈസ്. അപ്പോൾ 1 മണിക്കൂറാണ് ലഞ്ച് ബ്രേക്ക്. ഇതാണ് എൻ്റെ ഓഫീസിൻ്റെ ഏരിയ. സീറ്റ് ബെൽറ്റ് ഇടണം. 1 minute. ഓക്കെ, ഇതാണ് പുതിയ റോയൽ ഇസ്താംബുൾ. അടിപൊളി ബാർബിക്യൂ ഒക്കെയാണ് ഇവിടെ കിട്ടുക. സലാഡ് അടിപൊളി. ഫുഡിന് മുന്നേ കൊണ്ടുതരും. അപ്പോൾ മുന്നേ നമുക്ക് തന്നു കഴിഞ്ഞാൽ വയറൊക്കെ ഒന്ന് ഫിറ്റാവും. ഫുള്ളായി കഴിഞ്ഞാൽ ഇതാവാം വേണ്ടത് മാത്രമേ. മട്ടനാണ് പറഞ്ഞത്. ഇത്രയും സംഭവമാണ്. മട്ടണും മജ്ബൂസും ബിരിയാണി മിക്സാണ്. ബാർബിക്യൂ കഴിക്കാൻ വന്നായിരുന്നു. 33 റിയാലാണ് ഇതിന്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മിക്സ് നല്ല സോഫ്റ്റ് മട്ടനാണ്. ഒട്ടുമ്പോഴത്തേക്ക് പോലുണ്ട്. ഫോയിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചത് എന്താ സംഭവം, മട്ടനാണോ? കുറേ നേരം കുക്ക് ചെയ്തിട്ട് വരുന്ന സാധനം. ബാർബിക്യൂവിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നുമില്ല. ലെറ്റ്സ് ട്രൈ. ഇതാണ് സംഭവം. ഇത് മജ്ബൂസാണ്. ടേസ്റ്റിൻ്റെ വലിയ മട്ടനാണ്. പാർസലാത്ത നല്ല ബിരിയാണി റൈസും ഉണ്ട്, മജ്ബൂസും ഉണ്ട്. ബിരിയാണി റൈസാണ്. ചട്നി നല്ല സോഫ്റ്റ്. राइस आप नहीं करना, आपने राइस करना സ്വന്തം ആരും വെച്ചോൾക്ക്. ഒന്ന് കയ്യിലെ കൂടി കേക്കില. ടൂണയും ഇപ്പത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ദോശയും. പക്ഷേ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 17ാമത്തെ വർഷം അല്ലേ? 17ാമത്തെ വർഷമല്ലേ? പക്ഷെ ആദ്യമായിട്ട് ഇന്നാ എനിക്കപ്പോൾ ഫുഡിലൊരു മാറ്റം കണ്ട് 17 വർഷത്തിന് ശേഷം. എന്ത് മാറ്റം എന്ന് പറഞ്ഞാല് ഇപ്പോഴുള്ള ഫുഡില് ഇന്നലെ വരെ എനക്കിൻ്റെ കറുത്ത മുടിയാണ് കിട്ടിയ, ഇപ്പൊ നരച്ച മുടി കിട്ടും. അത് കുട്ടിൻ്റെ ടേസ്റ്റ് കൊണ്ടാണോ ഇത് കോപ്പി അടിച്ചതല്ല, ഞാൻ ആലോചിച്ചുണ്ടാക്കി കോമഡി ചെയ്ത്. പ്രായമായി 34 വയസ്സ്. എത്ര വയസ്സായ? അതാണ് ഗൈസ് ടൂണയും ദോശയും. ടൂണ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ടൂണ ഉണ്ടാക്കുന്നതാണ്. ഉണ്ടാക്കിയതാ
പിന്നെ എങ്ങനെയാ ഉണ്ടാവാ? പിന്നെ ട്യൂണ് മേടിച്ചിട്ട് ഇവിടുന്ന് എന്തോ മസാല ഇട്ടിട്ടുണ്ടാക്കുന്നല്ല. ഇങ്ങനെ ഇതാണ് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും. നീ ഷോർട്ട് കട്ട് നോക്കിയല്ലേ നീ ഇത്? അതാണ് ഷോർട്ട് നോക്കുന്നതാണ് എനിക്ക് ഈ ട്യൂണ മാത്രം എടുത്തങ്ങ് തന്നാ മതി. ഇന്നിവിടെ ട്രംപ് എണ്ണം വന്നിരുന്നു. ട്രംപ് എണ്ണ സൗദിയിൽ നിന്ന് ഇവിടെ വന്ന് വിമാനം എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഖത്തറിന്റെ ഷെയ്ഖിന്റെ വിമാനം എടുത്തിട്ട്. അപ്പൊ എന്താവുന്ന അറിയാല. കഴിഞ്ഞ പ്രാവശ്യം സൗദിയിൽ ട്രംപ് വന്നേരാണ് ഈ ബ്ലോക്കേജെല്ലാം വന്നത്. ഇനിയിപ്പോ എന്താണാവോ ഉണ്ടാകുന്നത് കണ്ടറിയാം. അപ്പൊ ഇതാണ് നമ്മളെ രാത്രി കാഴ്ചകൾ. വെസ്പേ അമേരിക്കന്റെയും നമ്മുടെ ഖത്തറിന്റെയും കുട്ടികളാണ് ഈ പാറുന്നത്. എൻ്റെ ഓഫീസ് ബിൽഡിംഗ് ആണത്. അതിൻ്റെ മുകളിൽ ഖത്തറിൻ്റെയും അമേരിക്കൻ്റെയും കൊടികൾ പാറി പറക്കുന്നത് കാണാം ലൈറ്റപ്പിൽ. അപ്പോൾ എൻ്റെ ഓഫീസ് ടവർ ബിൽഡിങ്ങിലാണ് അമേരിക്കൻ്റെ കൊടികൾ. റെസിഡൻസി ടവറിൻ്റെ മുകളിലാണ് ഖത്തറിൻ്റെ കൊടിയുള്ളത്. 18 വയസ്സ് 3 മാസമായാലും കെട്ടും പെട്ടിയെടുത്ത് വന്നതാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ 20 വർഷമായി. അപ്പോൾ ടോട്ടൽ 39 വർഷമായി. എനിക്ക് അപ്പൊ നിങ്ങക്ക് എത്ര ഇന്ത്യയിലേക്കാട്ടും കൂടുതൽ ഞാൻ നിന്നത് ഖത്തറിലാണ്. 39 വയസ്സ്. ടോട്ടൽ 39. 38 18 വയസ്സിൽ വന്ന പാട്ടു 20ാമത്തെ വർഷം ഇവിടെ 18 വയസ്സ്. അപ്പോൾ ഇതാണ് നമ്മളെ ഖത്തറിന്റെ അമേരിക്കൻ്റെ കൊടികൾ ഗായ്സ്. ഇതാണ് ഓഫീസ് ടവർ ബിൽഡിങ്. അടുത്ത കൊല്ലം ലാസ്റ്റ് ഞങ്ങൾ ഇപ്പുറത്തേക്ക് മാറും. പുതിയ ബിൽഡിങ്ങുകളാണ്. ഓക്കെ, ക്യാമറാമാൻ അസ്പിനോടൊപ്പം മിസ്റ്റർ SRK.